നമസ്കാരം. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് NGO യൂണിയൻ. ഈ NGO യൂണിയൻ കൂട്ടിക്കൊടുപ്പുകാരുടെ സംഘടനയാണോ? ചിലപ്പോൾ NGO യൂണിയൻകാർക്ക് ഇപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി എന്നെ തല്ലണമെന്ന് തോന്നും. കാരണം ഞാൻ ഈ പറഞ്ഞത് സഹിക്കാൻ വയ്യാത്ത ഒരു ഡയലോഗ് തന്നെയായിരിക്കും. NGO യൂണിയൻകാർ കൂട്ടിക്കൊടുപ്പുകാരുടെ സ്വഭാവത്തിൽപ്പെട്ടവരാണ്. അവർ കൂട്ടിക്കൊടുപ്പുകാരാണോ? ഇത് ഞാനല്ല പറയുന്നത്. നിങ്ങൾ എന്നോട് കയർത്തിട്ട് കാര്യമല്ല, ഞാനല്ല പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ പീഡനത്തിനിരയായ ആ ഇരയുണ്ടല്ലോ, ആ ഇരയായ യുവതി, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആ ഇരയായ യുവതി, ഞാനത് എടുത്തു പറഞ്ഞതാണ്. കാരണം കോഴിക്കോടാണ്. കോഴിക്കോട്ട് ഒരുപാട് ന്യൂനപക്ഷ സംരക്ഷണ ജാഥകളും റാലികളും ഒക്കെ സംഘടിപ്പിക്കുന്ന പാർട്ടിയാണ് NGO യൂണിയനിൽപ്പെട്ട പാർട്ടി. അവരെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഇര പറഞ്ഞിരിക്കുന്നത്. ഈ NGO യൂണിയൻകാർ എന്നെ കൂട്ടിക്കൊടുത്തതാണ്. ഒരു NGOക്കാരന് ആ പാർട്ടിക്കാരെല്ലാം യൂണിയൻകാരെല്ലാം കൂടി ചേർന്ന് എന്നെ കൂട്ടിക്കൊടുത്തതാണ്, അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഓഡിയോയിലേക്ക് പോകാം. ഞാൻ എന്തിനിപ്പോൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, NGO യൂണിയൻകാർ എന്നൊരു പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളെ ഈ NGO യൂണിയനെ നിങ്ങൾ വെറുതെ കുഴപ്പക്കാരായിട്ട് കാണണ്ട, പ്രതിസ്ഥാനത്ത് നിർത്തണ്ട. കോഴിക്കോട്ട് നടന്ന സംഭവത്തിൽ ഞങ്ങൾക്ക് ഇതൊന്നും പങ്കില്ല. നിയമപരമായി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നു. വെറുതെ NGO യൂണിയനെ ഇതിനകത്ത് വലിച്ചിഴക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രസ്താവന NGO യൂണിയൻ നേതാക്കളുടേതായി ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരയുടെ ശബ്ദം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഒരു പ്രധാനപ്പെട്ട ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഈ ഇര ഈ അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ആ കോഴിക്കോട് ICU യൂണിറ്റിൽ വെച്ച് ഒരു NGO യൂണിയൻകാരൻ പീഡിപ്പിച്ച ആ ഇരയുടെ ഓഡിയോ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം. അതെ, ഞാൻ പേര് എനിക്കറിയില്ലല്ലോ, ഞാൻ അവരുടെ രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിലുള്ള. ഞാൻ അവിടെ ഒരു രോഗിയായിട്ട് കിടക്കുന്നതാണല്ലോ, അപ്പം ഞാൻ അവരുടെ യൂണിഫോമിൻ്റെ കളർ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഈ ഒരു മുസ്ലിം സ്ത്രീ ആദ്യം വന്നു, ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്തു. അവരിങ്ങനെ ഈ ബ്ലൂ കളർ ഷോള് ഇട്ടതാണ്, അവരെ ബ്ലൂ കളർ കോട്ടാണ്, മറ്റൊരു യെല്ലോ കളർ കോട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത്ര ഹൈറ്റുള്ള ആളാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം അവർ സിസ്റ്ററിനോട് ചോദിച്ചു, നമ്മളെ വാർഡിലുള്ള ആരെങ്കിലും ആണോ, നിങ്ങൾക്കറിയാമല്ലോ ഒരാഴ്ചയായാലും നിങ്ങളിവിടെ അഡ്മിറ്റ് ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വാർഡിൽ ഡ്യൂട്ടിക്കുള്ള ആരെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ വാർഡിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അറിയുന്നത്, ഇവരുടെ പേരുകളൊക്കെ അറിയുന്നത്, ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോയി പോലീസ് ഇവരെ കേസെടുത്തോ, ഇവരെ ഒളിവിൽ പോയല്ലോ, ഈ 5 പേര് ഒളിവിൽ പോയ സമയത്ത് മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാൻ ഇവരുടെ പേരുകൾ അറിയുന്നത്. അല്ലാതെ അതിന് മുന്നേ എനിക്ക് ഇവരുടെ പേര് ഒന്നും അറിയില്ല. അതുപോലെ തന്നെ പോലീസ് അവരെ കൊണ്ട് എൻക്വയറിക്ക് വന്നപ്പോൾ, എൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരെ തിരിച്ചറിഞ്ഞതാണ്. അതിലൊരാൾ മാത്രമാണ് അവർ ഇല്ലാതിരുന്നത്. അപ്പം ബാക്കിയുള്ള ആളുകളെ ഞാൻ തിരിച്ചറിഞ്ഞതും പോലീസിൻ്റെ മുന്നിൽ വെച്ച് അവർ കുറ്റം സമ്മതിച്ചതുമാണ്. പിന്നെ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ അവർ കുറ്റം സമ്മതിച്ച ആളുകളായത്. പിന്നെ എങ്ങനെയാണ് അവർ കുറ്റവിമുക്തരായി എന്നുള്ളത് എനിക്കറിയില്ല. അവർ ഇത്തരത്തിൽ അവർ ആ റൂമിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ചില ആളുകൾ ആ അന്വേഷണ റിപ്പോർട്ട് തന്നെ വായിച്ചാൽ അറിയാം. അവർ പറഞ്ഞ ആ റൂമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നെ അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നൊക്കെ. പോലീസിന് അവർ കൊടുത്ത മൊഴിയിൽ പറയുന്നത്, അവർ NGO യൂണിയൻകാരായത് കൊണ്ടാകാം ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത്. ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിന് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഞാനൊരു സാധാരണ രോഗി മാത്രമാണ്. ഞാൻ അവിടെ 10 വർഷമായിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു രോഗിയായിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയത്, അല്ലാതെ ഒരു യൂണിയനിലും പ്രവർത്തിക്കുന്ന ഒരാളായിട്ടല്ല. അപ്പോൾ എനിക്ക് എന്ത് NGO യൂണിയൻകാരി, ഞാൻ NGO യൂണിയൻകാരൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാൾ, ഞാനൊരു പാർട്ടിയിൽ പോലും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ഇത്തരത്തിലൊരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കളവ് പറയാം. നമ്മൾ പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ എല്ലാവരും ഒരേപോലെ മൊഴി കൊടുത്ത്, ഈ 5 പേര് മൊഴി കൊടുത്തത് അതാണ്. NGO യൂണിയൻകാരി ആയതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത്, അവർ NGO യൂണിയൻകാരായതുകൊണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സമൂഹത്തിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്, അവർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ആ ഭരണകക്ഷിയുടെ ആളായിട്ട് പോകണം, അല്ലെങ്കിൽ NGO യൂണിയനാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ NGO യൂണിയൻ ആണെന്നുള്ള സ്ലിപ്പ് ആ നമ്മളെ OP ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു പീഡനം സംഭവിക്കില്ല എന്നാണ്.
കാരണം എൻ്റെ വിശ്വാസം അതാണ്. ഞാൻ ചിലപ്പോൾ യൂണിയൻകാരി ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ഇത്തരത്തിൽ പീഡിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇവർ തന്നെയാണ്, ഈ സൂപ്രണ്ടും ഇവരും തന്നെയല്ലേ എന്നെ ഈ പീഡിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് ഇട്ടുകൊടുത്തത്. ഇവർ കൂട്ടിക്കൊടുക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊടുക്കുക തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്ത് സംരക്ഷണമാണ് അവിടെ അവർ തന്നിട്ടുള്ളത്? ഈ ആരോഗ്യമന്ത്രി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഇവർ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് എന്ത് സംരക്ഷണമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്? ഒരു ICUവിൽ എൻ്റെ ഫാമിലി, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും പുറത്തുണ്ട്. അപ്പം അവരാരെയും അകത്തേക്ക് കടത്താതെ അപ്പം അവർ വിശ്വസിക്കുക എന്താണ്, ഇവരുടെ അടുത്ത് ഞാൻ എത്രയും സുരക്ഷമായിട്ട് നിൽക്കുന്നു എന്നാണ്. എൻ്റെ ഭർത്താവായാലും എൻ്റെ സഹോദരനായാലും അവരൊക്കെ കരുതുകയല്ലേ, അത്രയും ഞാൻ സുരക്ഷയോടെ നിൽക്കുന്നു. അവർ എൻ്റെ കയ്യിൻ്റെ അടുത്തുണ്ട്, ഒന്ന് നീട്ടി വിളിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആ പൊന്തുന്നില്ല. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അവിടുത്തെ നേഴ്സിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അയാൾ 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും പ്രഷർ കൂടി ഇങ്ങനെ ഞാൻ കരയായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവിടുന്ന് ഇറങ്ങി ഓടാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പിന്നെയും അയാളെ മുഖം കാണുന്നു, അയാൾ എൻ്റെ അടുത്ത് വരുന്നു, എന്താ മോളെ നിങ്ങൾ ചോദിച്ചിട്ട് അയാൾ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നേഴ്സിനെ വിളിച്ച്, എനിക്ക് വായ കൊണ്ട് വിളിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് തോണ്ടി വിളിച്ച്. അപ്പോൾ ഞാൻ നേഴ്സ് ചോദിച്ചു എന്താന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആൾ എന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, ആക്ഷനിലൂടെ പറഞ്ഞത്, എനിക്ക് സംസാരിക്കാൻ കഴിയും. എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാരെ ഇവരാരും അറിയിച്ചിട്ടില്ല. രാത്രി 12 മണിയായിട്ട് ഞാൻ വാർഡിലെത്തിയതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് അറിയുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയല്ലേ? ആ വീഴ്ചയൊക്കെ ഇവർ മൂടി വെക്കുക. എന്നിട്ട് എനിക്ക് സംരക്ഷണം തന്ന നേഴ്സിന് മാത്രം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവർക്കൊക്കെ ഒരു നീതി, ഇവർക്ക് വേറെ ഒരു നീതിയാണോ? അല്ലെങ്കിൽ മൊത്തമായിട്ട് എന്ത് നീതിയാണ് അവിടെ ഉള്ളത്? ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ എത്ര വിശ്വസനീയമായിട്ടാണ് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സർജറി അല്ലെങ്കിൽ ഇത് ചികിത്സയ്ക്ക് നമ്മൾ പോവുക? ഞാൻ പിന്നെ ഞാൻ ചോദിക്കുന്നു, അയാൾക്ക് എന്തിന് എന്നെ വിട്ടുകൊടുത്തു അയാൾക്ക് ഇവർക്ക് അയാളെ കൊണ്ട് എന്താവശ്യമുള്ളത്? ഒരു NGO യൂണിയൻകാരനായി വെറും അറ്റൻഡർ ആയിട്ടുള്ള അയാളെ സംരക്ഷിക്കാൻ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അവർ ഈ എല്ലാ പീഡനത്തിനും വിട്ടുകൊടുത്ത് ഇപ്പോഴും അയാൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് പല സ്ത്രീകളെയും തോളിൽ കഴിയിട്ട് അയാൾ അവിടെ ഉലാത്തി നടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ് ഇതും കൊണ്ടിട്ട്. ഈ വേദനകളെല്ലാം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോഴും പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ വിഷമങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ഫ്രീഡത്തിൽ നടക്കാൻ പറ്റുന്നില്ല. അയാളിപ്പോഴും നടക്കുന്നു. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് തവണ ഞാൻ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ എന്തിനു വരുന്നു? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പരാതി കൊടുത്തിട്ട് പോലും അതിനൊരു നടപടി എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എനിക്കെന്ത് നീതിയാണ് ഈ സമൂഹം, എനിക്കെന്ത് നീതിയാണ് വാങ്ങിത്തരും? ഇനി NGO യൂണിയൻകാർ പത്രപ്രസ്താവന നടത്തില്ല, ഞങ്ങളെ ഇതിൽ വലിച്ചഴിക്കരുതെന്ന്. തീർച്ചയായിട്ടും NGO യൂണിയൻ നേതാക്കൾ നാളെ തന്നെ മറ്റൊരു പത്രപ്രസ്താവന ഇറക്കേണ്ടതാണ് ഈ ഓഡിയോ കേട്ടിട്ട്. ഇതിലെന്താണ് കാര്യം? ഒരു സാധാരണക്കാരനെ അറ്റൻഡറായ ഒരു NGO യൂണിയൻ പെട്ട ഒരുത്തനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രമാണ് നിങ്ങൾ ഈ ഭരണകൂട സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയത്? ഇരയെ എന്തുമാത്രം വിഷമിപ്പിച്ചിരിക്കുന്നു. രാജ്യത്ത് ഈ കേരളത്തിൽ ഇരയായപ്പെടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇരയായപ്പെടുന്നത് തെളിയിക്കാൻ പെടുന്ന ഒരു ഇരയാക്കപ്പെട്ട ഒരു യുവതിയുടെ വിഷയം. ആ യുവതി പറയുന്നുണ്ട്, ഈ ശബ്ദം നിങ്ങൾ കേട്ടതാണ്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഫൈറ്റ് ചെയ്ത് ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ പുറത്തെനിക്ക് ഒരു വ്യക്തിയായിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല, എവിടെയും അവഗണനയാണ്, പ്രത്യേകിച്ച് CPM-കാരും യൂണിയൻകാരും എന്നെ അത്തരത്തിലാണ് കാണുന്നത്, ഞാൻ ഇവിടെ ഉള്ള ഒരു പൗരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. കേട്ട് കാണുമല്ലോ. ഇനി NGO യൂണിയൻ നേതാക്കൾ എന്താണ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.